ഒരുമിച്ചിരുന്നിട്ട് അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മക്കളെ ലജ്ജ പഠിപ്പിക്ക്. നീ വിചാരിച്ചോ നീ സ്വർഗത്തിൽ പോകുമെന്ന്? തഴമ്പുണ്ടെന്ന് പറഞ്ഞ അല്ല നിന്നെ വെറുതെ വിടൂല. പ്രവാചകൻ പറയുന്നു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവര് 3 വിഭാഗമാ. അല്ല അവരോട് സംസാരിക്കില്ല, അല്ലാഹു അവരുടെ മുഖത്ത് നോക്കില്ല, അവനോട് അല്ലാഹു ഒരു കരുണയും കാണിക്കൂല. അത് കള്ളു കുടിക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല, അഹങ്കാരിയല്ല, കാഫിരീങ്ങളല്ല. പിന്നെ ഈ നിരന്നിരിക്കുന്ന ചില വാപ്പമാരാ, ഈ നിരന്നിരിക്കുന്ന ചില മാതാപിതാക്കളാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പരലോകത്തിലെ നശിച്ചവനാരെന്നറിയോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അതിനെ നിസ്സാരമായി കാണുന്ന ഉപ്പാ, നിന്നെ അല്ല വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. 15 വയസ്സുള്ള പൊന്നുമോള്, പടച്ചവനെ ഇറങ്ങിയ ജീൻസ് പാന്റും ടീഷർട്ടും ഇട്ടുകൊണ്ട് നിന്റെ പൊന്നുമോള് അതാ പടച്ചവനെ നിന്റെ കണ്ണിന്റെ മുന്നിലൂടെ ഇറങ്ങി പോകുമ്പോ ആ പൊന്നുമകളുടെ ശരീരത്തിന്റെ വടിവുകൾ മുഴുവനും വെളിയിൽ കാണുന്ന വസ്ത്രം ധരിച്ച് നടക്കുമ്പോ നിനക്കറിയാം ഇത് പാപമാ. അല്ലാഹുവേ, ഒരുപാട് പേരെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ എന്റെ മകളൊരു കാരണമാകുമല്ലോ. മോളെ, ഇത് ധരിക്കരുതെന്ന് പറയാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ നീ രക്ഷപ്പെടുമെന്ന് കരുതരുത്, നീ രക്ഷപ്പെടുമെന്ന് കരുതരുത്. അല്ല നിന്നെ നരകത്തിലിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ, ഫർദയും ധരിച്ച് ഹിജാബും ധരിച്ചുകൊണ്ട് നടക്കുന്ന ഉമ്മ, പൊന്നുമോളെ നോക്കാത്തതുണ്ട്. നീയും ഒരു പെണ്ണല്ലേ, നീയും ഒരു പെണ്ണല്ലേ? നിന്റെ പൊന്നുമകളുടെ വസ്ത്രധാരണയെ കുറിച്ച് എന്തേ നീ ചിന്തിച്ചു നോക്കാത്തത്? എന്തിനാ നാട്ടുകാരെ പിഴപ്പിക്കുന്നത്? നാട്ടിലെ ചെറുപ്പക്കാരെ നരകത്തിൽ കൊണ്ടുപോകാൻ ഒരു കാരണമാകുന്നത് എന്തിനാ?